വിടാമുയർച്ചി ഇന്നലെ കണ്ട ഒരു പാതക സിനിമയാണ്. ഒരുപാട് പേര് റിവ്യൂ പറഞ്ഞിട്ടുണ്ടാവും. ഇന്നലെ ഞാൻ OTT വന്നപ്പോഴാണ് ഈ ഒരു സിനിമ കണ്ടത്. എന്താ പറയുക, അജിത്ത് എന്ന് പറഞ്ഞ ഒരു നടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ മങ്കാത്ത ആയിക്കോട്ടെ, പഴയ ഒരുപാട് അദ്ദേഹത്തിൻ്റെ അടിപൊളി സിനിമകളൊക്കെ ഉണ്ട്. ദീന എന്ന് പറഞ്ഞ സിനിമ, അതൊക്കെ. പക്ഷേ ഇപ്പോഴും എന്തിനാണ് ഇത്രയും വലിയൊരു ഫാനിസം ഇദ്ദേഹത്തിന് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇദ്ദേഹം വലിയൊരു എന്താ പറയുക റേസിങ് ആളായതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇദ്ദേഹം ഒരുപാട് സിനിമയൊന്നും ഇദ്ദേഹം ശാലിനെ കല്യാണം കഴിച്ചതുകൊണ്ടാണോ, ഭയങ്കര ഹസ്ബൻഡ് എന്ന് മാത്രമല്ല അദ്ദേഹം വലിയൊരു വ്യക്തിയായിട്ടോ, അദ്ദേഹം എല്ലാവരും ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അജിത്ത് എന്ന് പറഞ്ഞൊരു നടനെ പെട്ടെന്ന് എല്ലാ സ്ഥലത്തും ലൈം ലൈറ്റിൽ കാണുന്ന ഒരാളല്ല. വിജയിനെ പോലെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രജനീകാന്തിനെ പോലെയോ അത്രയും ഒരു സ്റ്റാർഡം എന്ന് പറഞ്ഞൊരു രീതിയിൽ എനിക്ക് തോന്നാത്തൊരു വ്യക്തിയാണ് അജിത്ത് എന്ന് പറഞ്ഞ നടൻ. ഇദ്ദേഹത്തിൻ്റെ സിനിമ വരുമ്പോഴൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് അതിലൂടെ എന്താ പറയുക, അത്രയും വലിയൊരു സ്റ്റാർഡം എന്തിനാണ് ഇദ്ദേഹത്തിന് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം മുന്നേ അടിപൊളി സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അന്ധകാലത്ത് ചെയ്തതോ ഇപ്പോൾ വർഷത്തിലൊരു സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് വരുന്നൊരു വരവേൽപ്പായിരിക്കാം. വിജയ് സിനിമകളിലും സൂര്യ സിനിമയ്ക്കും ഒക്കെ ഉള്ളതുപോലെ വരുന്ന രീതിയിലുള്ള ഒരു സ്മോൾ സൂപ്പർ സ്റ്റാർഡമാണെന്ന് എനിക്ക് തോന്നിയ ഒരു സ്റ്റാറാണ് അജിത്ത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സിനിമകളെന്നൊക്കെ ഫുള്ള് ബോംബ് സിനിമകളാണ്. ഇദ്ദേഹത്തിൻ്റെ മങ്കാത്തയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അദ്ദേഹം അതിലുള്ള ഒരു സ്വാഗ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈല്, അദ്ദേഹത്തിൻ്റെ ഒരു വില്ലനിസം, അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് ഡെലിവറി, ആ ഒരു എക്സ്പ്രഷൻസ്, കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പെട്ടെന്ന് ഇങ്ങനെ രൂപം മാറുന്നതും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു മങ്കാത്തയിൽ. പക്ഷെ അതിനുശേഷം വന്ന സിനിമകളൊക്കെ ഇതേ ഒരു ടെംപ്ലേറ്റുള്ള സിനിമകൾ, ഇദ്ദേഹത്തിൻ്റെ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ഹെയർ സ്റ്റൈൽ വെച്ചിട്ട് വരുന്ന എല്ലാ സിനിമകളും ഒരേ ടൈപ്പ് സിനിമകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാട്ടുകളൊക്കെ കിട്ടില്ല പാട്ടുകളായിരിക്കും, പക്ഷേ സിനിമകളൊക്കെ ഒരു പക്ക ലോ ക്വാളിറ്റിയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എന്നെ അറിந்தாൽ പിന്നെയും അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയും കൂടെയായിരുന്നു. അതും പറയാൻ വയ്യാതെ, പക്ഷേ അത് ഗൗതം വാസുദേവ് മേനോൻ്റെ ഒരു അടിപൊളി സിനിമയായിട്ടാണെന്ന് എനിക്ക് തോന്നിയത്. പിന്നെ വിടാമുയർച്ചി സിനിമ എന്ന് പറയുന്നത് ഒരു റീമേക്കാണ്. 1997 ഇറങ്ങിയ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞൊരു ഹോളിവുഡ് സിനിമയുടെ അഡാപ്റ്റേഷനാണ് വിടാമുയർച്ചി എന്ന് പറഞ്ഞ സിനിമ. ഇനി ബ്രേക്ക് ഡൗണിൻ്റെ കഥ പറയണോ വിടാമുയർച്ചീൻ്റെ കഥ പറയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രേക്ക് ഡൗണിൻ്റെ കഥ സിമ്പിളാണ്. നമ്മളെ പ്രൈം ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. AV Gallery 2.0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഒരു നായകൻ തൻ്റെ ഭാര്യയുമായിട്ട് കാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ വിജനമായിട്ടുള്ളൊരു റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴിയിൽ വെച്ച് കാറ് ബ്രേക്ക് ഡൗൺ ആവുന്നു. പിന്നാലെ വരുന്ന ഒരു ട്രക്കിലും ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നു. ഭാര്യയെ അടുത്ത ജംഗ്ഷനിൽ വിടാം, വണ്ടി നന്നാക്കാനുള്ള ഒരു മെക്കാനിക്കുമായിട്ട് ഭാര്യ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ട്രക്ക് ഡ്രൈവർ ഭാര്യയും കൂട്ടിയിട്ട് പോവുകയും, പിന്നീട് ഈ കാർ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള നായകൻ ഒരുപാട് എന്തൊക്കെയോ നോക്കുന്ന സമയത്ത് താഴെ 2 വയർ വിട്ട് കിടക്കുന്നത് കാണും. അങ്ങനെ അത് കണക്ട് ചെയ്യുന്ന സമയത്ത് കാർ ഓൺ ആവും. അങ്ങനെ തിരിച്ച് എവിടെയാണോ ഈ ട്രക്ക് ഡ്രൈവർ വിടാമെന്ന് പറഞ്ഞത് ഒരു റെസ്റ്റോ ബാറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നോക്കുന്ന സമയത്ത് അതുവരെ ഒരു പെൺകുട്ടിയെയും ഒരു ട്രക്ക് ഡ്രൈവറും അവിടെ കൊണ്ടുവിട്ടിട്ടില്ല. അങ്ങനെ തൻ്റെ ഭാര്യ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു നായകൻ നടത്തുന്ന ഒരു അന്വേഷണമാണ് ബ്രേക്ക് ഡൗൺ എന്നൊരു സിനിമയിലെ കഥ. അതിൻ്റെ എൻഡിലേക്ക് വരുന്ന സമയത്ത് കിഡിലനായിട്ടുള്ളൊരു സസ്പെൻസും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇയാളിങ്ങനെ ചേസ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. തൻ്റെ നിഗൂഢതകൾ തനിക്ക് എന്തെങ്കിലും ഭ്രാന്തായി പോയിട്ട് തൻ്റെ ഭാര്യ പോലും എക്സിസ്റ്റ് ചെയ്യാത്ത ഭാര്യയെ പോലും താൻ ചിന്തിച്ചതാണോ എന്ന് വരെ തോന്നിപ്പോകുന്ന രീതിയിലാണ് അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ ഒരു അന്വേഷണവും ഒക്കെ പോകുന്നത്. വിടാമുയർച്ചയിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് പാസം, ലവ്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു എന്താ പറയുക ഒരു സൈക്കോ ആയിട്ടുള്ള കപ്പിൾസ്, അനാവശ്യ വില്ലന്മാരുടെ ഒരു അഴിഞ്ഞാട്ടം, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ട് ഇതങ്ങോട്ട് കൊള്ളാക്കി കളഞ്ഞു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സിനിമയായിരുന്നു വിടാമുയർച്ചി. പക്ഷേ അത് റീൽസിലൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ എൻ്റെ സ്റ്റോറീൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അത് BGM ഇട്ട് വെച്ചിട്ടുണ്ട്. അത്രയും അടിപൊളി BGM ആണ്. അനിരുദ്ധാണ് BGM. അപ്പോൾ അടിപൊളി BGM ആണ്, അത് ഒന്നും മോശം പറയുന്നില്ല. പക്ഷേ ഇത് എന്താ ഈ കഥയോ അല്ലെങ്കിൽ അതിൻ്റെ മേക്കിംഗ് ഒക്കെ അത്യാവശ്യം ഭേദപ്പെട്ട നിലയിലാണെങ്കിലും ഇതിൻ്റെ ഒരു ആക്ടിങ്, മെയിനായിട്ട് കഥയും സീൻസുകളും വളരെ മോശമായിരുന്നു എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. വിടാമുയർച്ചിയിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ഭയങ്കരമായിട്ട് ലവ് ചെയ്തിട്ട് കല്യാണം കഴിച്ച ദമ്പതികൾ, കയലും അർജുനും. അദ്ദേഹത്തിൻ്റെ പേരുകളൊക്കെ അടിപൊളിയാട്ടോ. ഇതിലുള്ള പേരുകളൊക്കെ കിടിലൻ പേരുകളാണ്. ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ സിനിമകളിലൊക്കെ മാസ് പേരുകളായിരിക്കും, ഒരു കിടിലൻ ഒരു ഗത്ത് ഫീലുള്ള പേരുകളായിരിക്കും. സദാശിവൻ, അരവിന്ദൻ അങ്ങനത്തെ പേരുകളൊന്നും ഇദ്ദേഹത്തിന് ഉണ്ടാവില്ല. ഇദ്ദേഹത്തിന് ഭയങ്കര അർജുൻ, രാഹുൽ,
ഈ ഷാറുഖ് ഖാൻ്റെ സിനിമയിലൊക്കെ ഉള്ളതുപോലെ സ്റ്റൈൽ പേരുകളായിരിക്കും. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഖയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പെൺകുട്ടിയുമായിട്ട് തൃശ്ശ അവതരിപ്പിക്കുന്ന ക്യാരക്ടറുമായിട്ട് കല്യാണം കഴിയുന്നു. അങ്ങനെ ഒരു ഗർഭം ഉണ്ടാകുന്നു, ഗർഭം അലസി പോകുന്നു. അതിനുശേഷം തൻ്റെ ഭർത്താവ് തന്നെ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നു. 13 വർഷത്തെ ഒരു ദാമ്പത്യ ജീവിതം പിന്നീട് അകൽച്ചയിലേക്ക് പോകുന്നു, ഡൈവോഴ്സിലേക്ക് പോകുന്നു. അപ്പോൾ ഡൈവേഴ്സ് ചെയ്യാൻ ഒരുങ്ങുന്നതിന് മുമ്പേ നമുക്കൊരു ലാസ്റ്റ് റൈഡ് പോകാം, തൻ്റെ ഭാര്യ വീട്ടിലേക്ക് ഞാൻ തന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് നായകനായിട്ടുള്ള അജിത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രം അർജുൻ ഖയലിനെ തൃശ്ശ അവതരിപ്പിക്കുന്ന ഖയൽ എന്ന ക്യാരക്ടറുമായിട്ട് കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ബ്രേക്ക് ഡൗണിലെ സീക്വൻസ് വരുന്നത്. ഈ കഥ ഞാൻ മുന്നേ പറഞ്ഞ കഥ ഇതിലേക്ക് വരുന്നത്, ബ്ലെൻഡ് ആവുന്നത്. അങ്ങനെ തിരിച്ചു വരുന്ന ആ ട്രക്ക് ഡ്രൈവർക്ക് പകരം ഇതിൽ വരുന്നത് രക്ഷിത് എന്ന് പറഞ്ഞ നമ്മുടെ ഫൈറ്റ് സ്റ്റാർ, ആക്ഷൻ സ്റ്റാർ ആയിട്ടുള്ള അർജുൻ അവതരിപ്പിക്കുന്ന കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയാണ്. ഹീറോയിൻ്റെ പേര് എനിക്കറിയില്ല. അങ്ങനെ ഇവർ രണ്ടും കൂടെ വരുന്നു, ഇവരെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഏതൊക്കെയോ ഒരു റാൻഡമായിട്ടുള്ള ഒരു ഗ്യാങ് വന്നിട്ട് എന്തിനോ, അതായത് അജിത്തും തൃശ്ശയും ഇങ്ങനെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വേറൊരു വണ്ടി ഒരു മരുഭൂമി കണക്കുള്ളൊരു സ്ഥലമാണ്, 2 സൈഡിൽ മരുഭൂമി, ഇതിൻ്റെ നടുവ് കൂടെ പോകുന്ന റോഡ്. അങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മരുഭൂമി എന്നൊരു പജറ പോലുള്ള ഒരു വലിയൊരു വണ്ടി, ഹമ്മർ പോലുള്ള ഒരു വലിയൊരു വണ്ടി ഇങ്ങനെ കൂടി ചാടി ഇവരെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇത് ഭയങ്കര അപകടം ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണല്ലോ. അങ്ങനെ പെട്ടെന്ന് നിയന്ത്രണം വിട്ട് വണ്ടി നിർത്തുന്നു. അവർ മറ്റേ നടുവിരൽ നമസ്കാരമൊക്കെ കാണിക്കുന്നു. അങ്ങനെ വണ്ടി എടുത്ത് പോകുന്നു. എന്താണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു വെർബലി ഉള്ള ഒരു ചെറിയൊരു ഫൈറ്റ് ഉണ്ടാകുന്നു. അതിനുശേഷം അവർ പെട്രോൾ പമ്പിൽ എത്തുന്നു. ആ സമയത്ത് ഇവരുമായിട്ട് വെറുതെ ഒരു കശപിശ, ഈ ഗ്യാങ്ങുമായിട്ട് വെറുതെ, ഈ ഗുണ്ടാ ഗ്യാങ്ങുമായിട്ട് ഒരു കാര്യമില്ലാണ്ടായ ഗുണ്ടാ ഗ്യാങ് വന്നിട്ട് അജിത്തിനെ ത്രട്ടൻ ചെയ്യുക. ഞാൻ ആരാന്നറിയോ, ഞാൻ എന്താണെന്നറിയോ, ഇങ്ങനെ കളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കോളറിന് കയറി പിടിക്കുക, അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ. അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അജിത്ത് അവരെ പറഞ്ഞു വിട്ടുന്നു. അജിത്ത് എന്ന് പറയുന്നില്ല, അർജുൻ എന്ന ക്യാരക്ടർ. അങ്ങനെ ഈ ഗ്യാങ് തിരിച്ചു പോകുന്നു. അപ്പോഴാണ് ഈ ഒരു വഴിയിൽ വെച്ചിട്ട് ഇവരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുന്നത്. അപ്പോൾ ഈ ബാക്കിൽ വരികയാണ് ഈ ഞാൻ പറഞ്ഞ ഈ ഗ്യാങ്ങിൻ്റെ വണ്ടി. അപ്പോൾ ഗ്യാങ് വണ്ടിയിൽ വന്നിട്ട് അവർ ഏതോ ഒരു വളവിൽ പോയിട്ട് തിരിച്ചു വരും. ഇവർ റോഡിൽ നിൽക്കുകയാണല്ലോ, വേറെ സഹായമൊന്നും കിട്ടുന്നില്ല. അജിത്തും തൃശ്ശയും ഇങ്ങനെ റോഡിലിങ്ങനെ നിൽക്കുക. അങ്ങനെ ഇവർ കുറച്ച് ദൂരെ നിന്ന് ഇങ്ങനെ കാറിൽ ഇങ്ങനെ നിർത്തിയിട്ടിട്ട് ഇങ്ങനെ നോക്കുക, ഇവരെന്താ ചെയ്യുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് നമ്മുടെ ട്രക്കിൽ നമ്മളെ അർജുനും അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന ഹീറോയിനും കൂടെ വരുന്നത്, ആക്ടർ അർജുൻ. അപ്പോൾ ഇവർ വില്ലന്മാരാണ്, ഈ ആക്ടർ അർജുനും ഈ ഹീറോയിനും മെയിൻ വില്ലന്മാരാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താടാ എന്നൊക്കെ ചോദിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഈ അജിത്തിൻ്റെ അടുത്ത് വന്നിട്ട്, അജിത്തിൻ്റെയും തൃശ്ശേൻ്റെയും ഒക്കെ കൂടെ വന്നിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം, നിങ്ങൾ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ദൂരെ ഉള്ള ആ ഹമ്മറിലുള്ള ഗ്യാങ് ഇവരെ നോക്കി ഇങ്ങനെ ഇപ്പം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങൾ ഇറങ്ങി വന്നാൽ ഇവിടെ തട്ടിക്കൊണ്ട് പോകുന്ന ലെവലിൽ ഇവരെ നോക്കുന്നുമുണ്ട്. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും ഇട്ടിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഈ വണ്ടീൻ്റെ അകത്തുള്ള ഗ്യാങ് പറയുന്നുമുണ്ട് നമുക്ക് തിരിച്ചു പോകാം, ഇപ്പം ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുന്നുണ്ട്. കാരണം ഇവർ പേടിയായി. അജിത്ത് തൃശ്ശ ഏതോ ഒരു സ്ട്രേഞ്ചേഴ്സാണ്, അവരെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ എല്ലാവരും കൂടെ വേറെ ഇവരെന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഇവർ വണ്ടി വളച്ച് അങ്ങ് പോയി കളയും. കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ അർജുൻ്റെ കൂടെ വന്ന അർജുൻ്റെ ഹീറോയിനും പിന്നെ ഈ വണ്ടിയിൽ നിൽക്കുന്ന ഗ്യാങ്ങും ഈ കൊള്ളക്കാരായിട്ടുള്ള ഈ ഗ്യാങ്ങും എല്ലാവരും ഒരു ടീമാണ്. എന്നാൽ ഈ സ്ഥലത്ത് വെച്ചിട്ട് ഈ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയാൽ പോരെ? അതാണ് എൻ്റെ ചോദ്യം. ആ സമയത്ത് ഇവളെ വെറുതെ ഈ ട്രക്കിലാക്കി തിരിച്ച് എവിടെയോ കൊണ്ടുപോകുന്നു, എങ്ങോട്ടോ കൊണ്ടുപോകുന്നു. ഈ അജിത്തിനെയും പിന്നീട് തട്ടിക്കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. തൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയത് ഞങ്ങളാണ്, തൻ്റെ ഭാര്യ ഏൽപ്പിച്ച കൊട്ടേഷനാണ്, തന്നെ തട്ടിക്കൊണ്ടുപോകാമെന്ന് അജിത്തിൻ്റെ അടുത്ത് പറയുന്നു. അജിത്തിൻ്റെ അടുത്ത് തൃശ്ശയുടെ അടുത്ത് പോയി പറയുകയാണ് തന്നെ തട്ടിക്കൊണ്ടു വന്നത് ഞങ്ങളാണ്, തന്നെ തട്ടിക്കൊണ്ടുവരാനുള്ള കാരണം തൻ്റെ ഭർത്താവായിട്ടുള്ള അർജുൻ, അതായത് അജിത്ത് തന്നിട്ടുള്ള കൊട്ടേഷനാണെന്ന്. എന്നാൽ ഇവർക്ക് 2 ടീമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് തട്ടിക്കൊണ്ട് പോയാൽ പോരായിരുന്നോ? വല്ലാത്തൊരു കഥയാണ് അത്. ഇവിടെ വെച്ചിട്ട് ആ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ 1997 ഇറങ്ങിയ ഒരു സിനിമ ആയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ മൊത്തമായിട്ട് ഇല്ലാതാവാണ്. അതേ ഒരു ലെവലിൽ എടുത്തിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടാവുമായിരുന്നു ഈ സിനിമ. വിടാമുയർച്ചി എന്ന് പറഞ്ഞ സിനിമ നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അനാവശ്യമായിട്ട് ഇത് കൊണ്ടുവന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ വില്ലന്മാരുടെ ഒരു ബാക്ക് സ്റ്റോറി, അതായത് ഈ ആക്ടർ അർജുനും അർജുൻ്റെ വൈഫായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, പേര് എനിക്കറിയില്ല. ഇവർ രണ്ടുപേരും ഏതോ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ ചികിത്സ നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് കണ്ടുമുട്ടി പ്രണയിച്ച് പുറത്തിറങ്ങിയവരാണ്. വല്ലാത്തൊരു പ്രണയമാണ്.
ഇവർ അവിടെ നിന്ന് പ്രണയിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് നിനക്ക് ഞാൻ ഉണ്ടാവും എനിക്ക് നീ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് പുറത്തിറങ്ങുന്നു. എന്നിട്ട് ഇങ്ങനത്തെ ഓരോരോ പ്ലാനുകൾ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ മെൻ്റൽ ഹോസ്പിറ്റലിൽ പെടുത്തണ്ടല്ലോ, നല്ല ബോധമുള്ളവരായിരിക്കുമല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഒരു കാര്യമില്ലാണ്ട് എന്നിട്ട് ഏറ്റവും അവസാനത്തെ സീനിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇപ്പോഴുള്ള ഒരു ഫാഷനാണ് 2023, 2024, 2025 ഈ 3 വർഷങ്ങളായിട്ട് നടന്നു വരുന്നൊരു സിനാരിയോ ആണ്. എല്ലാ ഒരു എന്താ പറയുക ഹൈ ക്ലാസ് സിനിമകളിലും ഉണ്ടാവാറുണ്ട്, ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമകളിലും ഉണ്ടാവാറുണ്ട്. ആസിഡിൽ മുക്കിക്കൊല്ലുക. ആസിഡിൻ്റെ ഏറ്റവും ക്ലൈമാക്സിലേക്ക് ഒരു ആസിഡിൻ്റെ ഒരു ടാങ്ക് ഉണ്ടാവും, അതിലേക്ക് മുക്കിക്കൊന്നു കഴിഞ്ഞാൽ ഒരു തെളിവുമില്ല, ഒരു പ്രശ്നവുമില്ല. അങ്ങനത്തെ ഒരു സംഭവം മലയാളത്തിലുണ്ട്, സൂക്ഷ്മദർശിനിയിലും ഉണ്ടായിരുന്നു. ആസിഡിൽ മുക്കിക്കൊല്ലുക. മറ്റേ ജയിലറിലുണ്ടായിരുന്നു. ഈ അടുത്ത് കണ്ട മാർക്കോ ആ സിനിമയിലുണ്ടായിരുന്നു. എല്ലാത്തിലും ആസിഡിൽ മുക്കിക്കൊല്ലുക. വേറെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലീഷേ സംഭവങ്ങളും കൂടെ ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ ഒരു സ്ക്രിപ്റ്റ് കൊണ്ട് കുളമായ, എന്നാലും നല്ല രീതിയിൽ നല്ല BGM നല്ല മേക്കിംഗ് കൊണ്ടും അജിത്തിൻ്റെ ഒരു ഭേദപ്പെട്ട ഒരു പ്രകടനം കൊണ്ടും കണ്ടിരിക്കാൻ പറ്റുന്ന 2 ദിവസം എടുത്തിട്ടാണെങ്കിലും 3 ദിവസം എടുത്തിട്ടാണെങ്കിലും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് വിടാമുയർച്ചി എന്നെനിക്ക് തോന്നുന്നത്. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ വരാം. അപ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ അങ്ങനെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഐ നോ ഒരുപാട് സിനിമകളൊക്കെ എനിക്ക് അപ്പം കണ്ട് പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ സമയം കിട്ടാറില്ല. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം. See you.